ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അത്തിപ്പത്തിനും വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കോളിഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോളിഫ്ലവർ ആണ്. നമ്മൾ ഇതുപോലെ കോളിഫ്ലവറൊക്കെ നല്ല ഇല്ലില്ലിയായിട്ട് പൊരിക്കാൻ പാകത്തിനെടുത്ത് കേട്ടോ. അപ്പോൾ കേടൊക്കെ ഉണ്ടാക്കിയാൽ കളയുക, അല്ലാത്തൊക്കെ നല്ലത് ഇതുപോലെ തന്നെ ഒന്ന് എടുക്കുക. എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം നല്ലോണം കഴുകുക. കാരണം ഈ കോളിഫ്ലവർ ഉണ്ടാക്കുന്ന ചെടിക്ക് അധികം പൊക്കൊന്നുമില്ലാത്തതുകൊണ്ട് നല്ല പൊടികളും അതേപോലെ തന്നെ മണ്ണൊക്കെ ഉണ്ടാവും ഉള്ളിൽ. അതൊക്കെ ഒന്നും ഇല്ലാതെക്കാൻ വേണ്ടി നല്ല പോലെ ഒന്ന് കഴുകുക. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ ഇതുപോലെ തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ കഴുകി വെച്ചതൊക്കെ ഇതുപോലെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വാങ്ങി ഊറ്റി വെക്കണം. കാരണം വെച്ചാൽ ഇതൊന്ന് വെന്ത് കിട്ടുമ്പോൾ ഇതിലൊക്കെ ചെറിയ ചെറിയ പുഴുക്കളുണ്ടാകും ചില കോളിഫ്ലവറിൽ. അതൊന്നും ഇല്ലാതെക്കാനും വേണ്ടിയിട്ടാണിത്. ഇനി നമ്മൾ കായം കൂട്ടാനും വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ മസാല, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ പെരുംജീരകം പൊടിച്ചതുമാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ മുളകും പൊടി കാശ്മീരി മുളകും പൊടി എടുത്തത്. അപ്പോൾ കുറച്ച് കളറൊക്കെ കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറിൻ്റെ പരങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മൈദ ചേർത്താലും മതി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. അതും ഞാൻ അതേപോലെ തന്നെ 2 സ്പൂൺ എടുത്തിക്കണം കേട്ടോ. പിന്നെ അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. അതും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാം. കലക്കിയെടുക്കാറുമ്പോൾ നല്ല ലൂസിലല്ല, നല്ല ടൈറ്റിലില്ലാത്ത രീതിയിൽ ഇതുപോലെ തന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ അതേപോലെ തന്നെ വേവിച്ച് വെച്ച് കോളിഫ്ലവർ ഇല്ലേ, ഊറ്റി വെച്ച് വെള്ളമൊക്കെ വാറുന്നത് അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളില്ലേ, അത് നല്ല പോലെ തൊലി ഒന്ന് കഴുകിയതിന് ശേഷം തൊലി അടക്കം ഒന്ന് കുത്തി ചതച്ചത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് അതും ഇതൊക്കെ ഒന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് നല്ല പോലെ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് ആവണ രീതിയിൽ നല്ല പോലെ ഒന്ന് മസാലയൊക്കെ ആക്കി ഒരു 5 മിനിറ്റ് വെക്കാം. നേരുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി എണ്ണയൊക്കെ ഒന്ന് നല്ലപോലെ ചൂടാവാനും വേണ്ടി വെച്ചിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ എടുത്തുന്നത്. കോളിഫ്ലവർ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് വെളിച്ചെണ്ണയിലും കൂടെ ആകുമ്പോൾ സൂപ്പർ തന്നെ കഴിക്കാനും. ഇനി നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ കോരി ഇട്ട് കൊടുക്കുക. ചൂട് അല്പം കുറഞ്ഞ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന കോട്ടിങ് വേറെയും അതേപോലെ തന്നെ കോളിഫ്ലവർ വേറെയാവും. അതുകൊണ്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതലായിട്ട് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അത് കുറച്ച് വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു കളറാവുന്നവരെ നല്ലോണം ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. നല്ലൊരു നെരിഞ്ഞ് ആ മസാലയ്ക്ക് എല്ലായിടത്തും ഒന്ന് ആവുക. അതിനൊക്കെ കോട്ടിങ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് നെരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊന്ന് എരിഞ്ഞ് വന്നിക്കണേ. ഇനി നമുക്ക് വാങ്ങാൻ നേരം അല്പം മുമ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അതിപ്പോൾ തന്നെ പച്ചമുളക് നടുക കീറിയതൊന്ന് ചേർത്ത് കൊടുക്കുക. കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ കറിവേപ്പിൻ്റെ ആ പച്ചമുളക് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. എന്താ കറിവേപ്പിൻ്റെ അതേപോലെ പച്ചമുളക് ഒന്ന് ഫ്രൈ ആയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് വാങ്ങാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വിരുന്നാരൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിക്കാർക്കും ഓൾക്കും സന്തോഷിക്കാനും കാണുമ്പോൾ ഓൾ കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം തന്നെ ഇക്കാരം. അങ്ങനെ നമ്മൾ എത്രയാണ് കൂട്ടി വെച്ചത് അത് ഫുള്ളായിട്ട് ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് തന്നെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും.